ഇങ്ങനൊരു ഫൈനൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രക്കും വൺ സൈഡഡ് ആയിട്ടുള്ളൊരു ഫൈനൽ, അതും ഒരു വേൾഡ് കപ്പ് ഫൈനലാണ് എന്നതാലോചിക്കണം. വേൾഡ് കപ്പ് ഫൈനലിൽ 90 മിനിറ്റ് കഴിഞ്ഞ് 120 മിനിറ്റ് ആയിട്ട് പോലും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ല അർജന്റീനക്ക്. അത്രക്കും സർവാധിപത്യമായിരുന്നു സ്പെയിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഫൈനലിൽ കാണാൻ പറ്റിയത്. ഇങ്ങനൊക്കെ ഒരു ഫൈനൽ കളിക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരമാണ് സ്പെയിൻ ഈ മാച്ചിലൂടെ തന്നത്. 90 മിനിറ്റും കഴിഞ്ഞ് 120 മിനിറ്റ് ആയിട്ട് പോലും ഒരു ഷോട്ട് പോലും പോസ്റ്റിലേക്ക് അടിക്കാൻ പറ്റില്ല എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മോശം സ്റ്റാർട്സ് തന്നെയാണ് എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. കിടിലൻ കളിയായിരുന്നു സ്പെയിന്. എല്ലാ പ്ലേയേഴ്സും എടുത്തു പറയേണ്ടത് റോഡ്രി. കളി മൊത്തം കൺട്രോൾ ചെയ്തത് റോഡ്രി ആയിരുന്നു. മിഡ്ഫീൽഡും ഡിഫൻസും മൊത്തത്തിൽ റോഡ്രിയുടെ കയ്യിലായിരുന്നു, കാലിലായിരുന്നു കളി. റോഡ്രി ബോൾ പോലും തൊടാൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അർജന്റീനൻ്റെ മിഡ്ഫീൽഡേഴ്സിന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല കിടിലം പാസുകൾ ഫ്രണ്ടിലോട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ ആളൊരു ത്രൂ ബോളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബോക്സിലൊക്കെ. അതൊക്കെ വേൾഡ് ക്ലാസ് എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അജാദി പെർഫോമൻസ് ആയിരുന്നു. റോഡ്രി ഗോൾഡൻ ബോൾ ആൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാച്ച് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസപ്പോയിന്റിങ് ആണ് എന്നതിൽ ഒരു ഡൗട്ടില്ല. ഇങ്ങനൊരു പെർഫോമൻസ് അർജന്റീനയുടെ ഭാഗത്തുനിന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ്. ആ റെഡ് കിട്ടി പോയത്, എൻസോ ഫെർണാണ്ടസിന് ആ റെഡ് കിട്ടി പോയത് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്ന് തന്നെ പറയാം. ആള് ചിലപ്പോൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ കളി കൊണ്ടുപോകാമായിരുന്നു അർജന്റീനക്ക്. അത് വലിയൊരു തിരിച്ചടിയായി. അത് ഒരു യെല്ലോയിൽ നിൽക്കുകയാണ്. അങ്ങനൊരു അത്രക്കും ഹാർഡായിട്ടുള്ളൊരു ഫൗളാണ് എൻസോ ചെയ്തത്. അതൊരു സ്ട്രെയിറ്റ് റെഡ് കൊടുക്കാൻ വരെയുള്ളൊരു ഫൗളുണ്ട്. അത് അങ്ങനെ ഇരിക്കെ ഒരു യെല്ലോയിൽ മിക്ക ആൾ അങ്ങനത്തെ ഒരു ഫൗള് കമ്മിറ്റ് ചെയ്തത് വളരെ അൺനെസസറി ആയിട്ട് തോന്നി. എന്തായാലും അത് വലിയൊരു തിരിച്ചടിയായി. പിന്നെ ഫെറാൻ ടോറസാണ് ഗോൾ അടിക്കുന്നത്. വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെ ആയിരിക്കും ഫെറാൻ ടോറസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു ഗോൾ നേടുക, അതും ഒരു വിന്നിങ് ഗോൾ നേടുക എന്നത് വലിയൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. സ്പെയിൻ അങ്ങനെ രണ്ടാമത്തെ വേൾഡ് കപ്പ് തൂക്കിയിരിക്കുകയാണ്. ലാമിൻ യമാൽ 19ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പ് തൂക്കിയിരിക്കുകയാണ് യമാൽ. പിന്നെ എടുത്തു പറയേണ്ടത് കുബാർസി എന്ന ഒരു 19 വയസ്സുകാരൻ ഡിഫൻഡർ. എച്ചാതി പെർഫോമൻസ്. ഈ വേൾഡ് കപ്പിൽ ആകെ സ്പെയിൻ്റെ ഡിഫൻസ് കൺസീഡ് ചെയ്തിട്ടുള്ളത് ഒരു ഗോളാണ്. വേൾഡ് കപ്പ് ഉടനീളം നോക്കുകയാണെങ്കിൽ ഒരു ഗോളാണ് ആകെ കൺസീഡ് ചെയ്തിട്ടുള്ളത്. അതൊരു വല്ലാത്ത സ്റ്റാർട്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഉനൈസ് സിമൻ ഗോൾഡൻ ഗ്ലൗ നേടിയിരിക്കുകയാണ്. വെൽ ഡിസേർവിംഗ് ആണ് എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു മാച്ചിൽ അർജന്റീനയുടെ ഭാഗത്തു നിന്ന് തന്നെ നോക്കുമ്പോൾ എമി മാർട്ടിസിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. ആളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 90 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അർജന്റീന കളി തോക്കുമായിരുന്നു. അത്രക്കും സേവുകൾ എമി മാർട്ടിസിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് നേടാൻ വന്ന അർജന്റീനക്ക് സ്പെയിനിൻ്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്നു. പിന്നെ ലയണൽ മെസ്സിയുടെ കാര്യം, മെസ്സി ഏതായാലും ആളുടെ ഒരു വണ്ടർഫുൾ വേൾഡ് കപ്പ് കരിയർ അവസാനിച്ചിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ ആൾ ചെയ്ത കാര്യങ്ങൾ നോക്കുക. 39ാമത്തെ വയസ്സിൽ 8 ഗോളും 4 അസിസ്റ്റും. അങ്ങനെ ഒരു സ്റ്റാർട്സ് വേറെ ഏതെങ്കിലും ഒരു പ്ലെയറിന് ഉണ്ടാവും എന്നത് ഡൗട്ടാണ്. അതും ഈ ഒരു വയസ്സിൽ 39ാമത്തെ വയസ്സിൽ. എനിക്ക് തോന്നുന്നില്ല. മെസ്സിക്ക് തുല്യം മെസ്സി മാത്രം. മെസ്സി ഗോട്ട്, അല്ലാണ്ടൊന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു ഫൈനലിലെ തോൽവി ആളുടെ കരിയറിനെ ബാക്കോട്ട് വലിക്കൊന്നുമില്ല. മെസ്സിൻ്റെ കരിയർ, ആ ഒരു വേൾഡ് കപ്പ് കരിയർ പീക്ക് തന്നെയാണ്. 3 ഫൈനൽ, 1 വേൾഡ് കപ്പ്, 2 ഗോൾഡൻ ബോൾ. അതൊന്നും വേറൊരു പ്ലെയറെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നത് ഡൗട്ടാണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഫൈനലിനെ കുറിച്ചും സ്പെയിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും അർജന്റീന പെർഫോമൻസിനെ കുറിച്ചൊക്കെ മറ്റേ വീഡിയോ എടുത്താം. ബൈ.